നമസ്കാരം, ട്രസ്റ്റ് ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ട് വേണം, പക്ഷെ ഉയർന്ന പ്രീമിയമാണ് പ്രശ്നം. ചുരുങ്ങിയ ബഡ്ജറ്റിൽ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ വിവരങ്ങൾ തരാമോ എന്നും ചോദിച്ച് ധാരാളം അന്വേഷണങ്ങൾ വരാറുണ്ട്. സോ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയ 5 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ കമ്പാരിസൺ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ടാറ്റ AIG ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ മെഡിക്കെയർ സെലക്ട്, 2 ICICI ലൊംബാർഡിന്റെ എലിവേറ്റ്, 3 മണിപ്പാൽ സിഗ്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സർവ ഉത്തം, 4 നിവാബൂബ കമ്പനിയുടെ ആസ്പെയർ ആൻഡ് 5 സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ സൂപ്പർ സ്റ്റാർ എന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ. About the company, key USPs of this plan, eligibility criteria, inbuilt benefit and optional riders, waiting period and the most important premium of this plan തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൈസെൽഫ്. എന്റെ പേര് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. കഴിഞ്ഞ 19 വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ ആധികാരികമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ബി ഹെൽത്തി ആൻഡ് വെൽത്തി. First point about the company. Tata AIG and ICICI Lombard are general insurance company. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ മാത്രമല്ല, എല്ലാ ജനറൽ ഇൻഷുറൻസ് പ്ലാനുകളും ഈ 2 കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതർ 3 കമ്പനീസ് മണിപ്പാൽ സിഗ്ന, നിവാബൂബ ആൻഡ് സ്റ്റാർ ഹെൽത്ത് ആർ സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ. അതായത് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ മാത്രമാണ് ഈ 3 കമ്പനികളും മാർക്കറ്റ് ചെയ്യുന്നത്. ഇനി ഈ 5 കമ്പനികളുടെയും ICR നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനു മുമ്പ് എന്താണ് ICR? ഒരു ഇൻഷുറൻസ് കമ്പനി ഒരു വർഷ കാലയളവിൽ കളക്ട് ചെയ്ത ടോട്ടൽ പ്രീമിയം തുകയിൽ എത്ര തുക ഇൻഷുറൻസ് ക്ലെയിം ആയിട്ട് കൊടുത്തു എന്നതിന്റെ റേഷ്യോ ആണ് ICR സൂചിപ്പിക്കുന്നത്. ICR 60%-ലും 80%-നും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഒരു നല്ല ക്ലെയിം സെറ്റിൽമെന്റ് ട്രാക്ക് റെക്കോർഡുള്ള ഇൻഷുറൻസ് കമ്പനികളായിട്ട് നമുക്ക് കണക്കാക്കാം. ടാറ്റ AIG ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ICR is 77.94%. ICICI Lombard it is 78.85%. Manipal Signa it is 63.78%. Nivabuba it is 59.02%. And Star Health Insurance ICR is 66.47%. ഇനി അടുത്തതായി ഈ 5 കമ്പനികളുടെയും ടോപ്പ് 3 USP 3 പ്രധാനപ്പെട്ട സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇന്നത്തെ 5 പ്ലാനുകളിൽ 4 പ്ലാനുകളിലുമുള്ള കോമൺ ആയിട്ടുള്ള ഫസ്റ്റ് USP ആണ് ഇൻഫിനിറ്റി സം ഇൻഷുർഡ് അഥവാ അനന്തമായ ഇൻഷുറൻസ് പരിരക്ഷ. അതായത് ഒരു ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമിൽ സം ഇൻഷുർഡിന് പുറത്ത് ഒരു ഭീമമായ ക്ലെയിം വരികയാണെങ്കിൽ ഇതിനുള്ള പരിരക്ഷ ഈ ഫീച്ചർ വഴി ലഭിക്കുന്നു. മെഡിക്കെയർ സെലക്ടിൽ ഈ ഫീച്ചറിനെ അറിയപ്പെടുന്നത് ഇൻഫിനിറ്റീവ് അഡ്വാൻറ്റേജ് എന്നാണ്. എലിവേറ്റ് പ്ലാനിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻഫിനിറ്റി കെയർ, ഉത്തം പ്ലാനിൽ ഇറ്റ് ഈസ് ആനന്ദ്, ആസ്പെയറിൽ ഈ ഓപ്ഷൻ ഈ ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ അല്ല, സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇറ്റ് ഈസ് കോൾഡ് ലിമിറ്റ്ലെസ് കെയർ. ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ പ്ലാനിന്റെ ബേസ് സം ഇൻഷുർഡ് 10 ലക്ഷം രൂപയാണ്, പക്ഷെ ഹോസ്പിറ്റൽ ചെലവ് വന്നത് 50 ലക്ഷം രൂപയാണെങ്കിൽ ഈ ഫീച്ചർ വഴി ഇതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു. ഈ 4 പ്ലാനുകളിലും ഇതിനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. എൻഡയർ പോളിസി ലൈവിൽ ഒറ്റത്തവണ മാത്രമാണ് ഈ ഓപ്ഷൻ വർക്ക്ഔട്ട് ആവുന്നത്. സർവ ഉത്തം പ്ലാനിൽ മാത്രം ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഫീച്ചർ എല്ലാ വർഷം ലഭിക്കുമെങ്കിലും ക്രിട്ടിക്കൽ കണ്ടീഷനായ ഹേർട്ട് റിലേറ്റഡ് ഇഷ്യൂസ്, ക്യാൻസർ, സ്ട്രോക്ക്, മേജർ ഓർഗൻ ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ 4 കണ്ടീഷന് മാത്രമാണ് ഈ ഫീച്ചർ വർക്ക്ഔട്ട് ആവുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് USP ടാറ്റ AIGയുടെ മെഡിക്കെയർ സെലക്ടിന്റെ ഏർലി ആക്സസ് ആണ്. കസ്റ്റമർ സിംഗിൾ ഇയർ പോളിസി എടുക്കുന്നതിന് പകരം മൾട്ടി ഇയർ പോളിസി എടുക്കുകയാണെങ്കിൽ, അതായത് ഒരു വർഷത്തെ പ്രീമിയത്തിന് പകരം 2 വർഷത്തെയോ 3 വർഷത്തെയോ പ്രീമിയം ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 3 വർഷത്തെ ക്യൂമുലേറ്റീവ് ആയിട്ടുള്ള സം ഇൻഷുർഡ് എത്രയാണോ അത് കസ്റ്റമറിന് പോളിസി ഇയറിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഫീച്ചർ വഴി ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് 10 lakhs സം ഇൻഷുർഡ് 3 ഇയർ പോളിസി എടുക്കുകയാണെങ്കിൽ 10 lakhs plus 10 lakhs plus 10 lakhs 30 lakhs സം ഇൻഷുർഡ് ഈവൻ ആദ്യ വർഷം തന്നെ കസ്റ്റമറിന് ഒരു ക്ലെയിം വരികയാണെങ്കിൽ, ഒരു 30 lakhs റുപ്പീസിന്റെ ക്ലെയിം വരികയാണെങ്കിൽ ഇതിനുള്ള കവറേജ് ഈ ഫീച്ചർ വഴി കസ്റ്റമറിന് ലഭിക്കുന്നതാണ്. സെക്കൻഡ് ICICI എലിവേറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് USP ആണ് അൺലിമിറ്റഡ് സം ഇൻഷുർഡ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. നിങ്ങൾക്ക് വേണ്ട സം ഇൻഷുർഡ് പരിധി എത്രയാണോ അത് നിങ്ങൾക്ക് തന്നെ നിശ്ചയിക്കാം. കസ്റ്റമറിന് ഒരു ഹയർ സം ഇൻഷുർഡ് കവറേജ് 5 crores 10 CR ആണ് വേണ്ടതെങ്കിൽ ഈ ഫീച്ചർ വഴി നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
നെക്സ്റ്റ് USP സർവ ഉത്തം പ്ലാനിലെ സർപ്ലസ് ബെനിഫിറ്റ് ആണ്. ഈ ഫീച്ചർ വഴി ഓഫർ ചെയ്യുന്നത് ഡബിൾ പ്രൊട്ടക്ഷൻ കവറേജ് ആണ്. എല്ലാ പോളിസി ഇയറിലും റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ ക്ലെയിമിന് സം ഇൻഷുർഡ് പ്ലസ് 1 more അഡീഷണൽ സം ഇൻഷുർഡ് ഈ ഓപ്ഷൻ വഴി ആഡ് ഓൺ ആകുന്നു. ഉദാഹരണത്തിന് 10 lakhs കവറേജ് ഉള്ള ഒരു വ്യക്തിക്ക് 20 lakhs കവറേജ് ഫസ്റ്റ് ക്ലെയിമിന് തന്നെ കിട്ടുന്നു എന്നർത്ഥം. ഇനി അടുത്തത് നിവാബൂബ ആസ്പെയറിലും സ്റ്റാർ ഹെൽത്തിലെ സൂപ്പർ സ്റ്റാർ പ്ലാനിലുമുള്ള കോമൺ USP ആണ് ലോക്ക് ദ പ്രീമിയം. അതായത് പോളിസിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അടയ്ക്കുന്ന സെയിം പ്രീമിയം തന്നെ പോളിസി ലൈഫിൽ ഒരു ക്ലെയിം ഉണ്ടാവുന്നത് വരെ എല്ലാ വർഷവും കസ്റ്റമർ അടച്ചാൽ മതിയാകും. ഉദാഹരണത്തിന് 25 വയസ്സിൽ 18,000 rupees ആണ് 10 lakh സം ഇൻഷുറൻസ് അടയ്ക്കുന്നെങ്കിൽ ഈ സെയിം പ്രീമിയം തന്നെ 18,000 rupees 45-ാമത്തെ വയസ്സിലും കസ്റ്റമറിന് അടച്ചാൽ മതിയാകും. അതായത് ഒരു ക്ലെയിം ഉണ്ടാവുന്നത് വരെ ഏജ് ബേസ്ഡ് പ്രീമിയം കൂടുന്നില്ല എന്നർത്ഥം. അടുത്തത് ഈ 5 പ്ലാനുകളിലും കോമൺ ആയിട്ടുള്ള തേർഡ് USP ആണ് ലോയൽറ്റി ബോണസ് അഥവാ റിന്യൂവലിന്റെ സമയത്ത് പോളിസി ഹോൾഡറിന് കിട്ടുന്ന ഗ്യാരണ്ടീഡ് ക്യൂമുലേറ്റീവ് ബോണസ്. മെഡിക്കെയർ സെലക്ടർ എന്ന പ്ലാനിൽ ഈ ഫീച്ചർ അറിയപ്പെടുന്നത് സൂപ്പർ ചാർജ് ബോണസ് എന്നാണ്. ഈ ഫീച്ചർ വഴി 100% ഗ്യാരണ്ടീഡ് അഡീഷൻ സം ഇൻഷുർഡ് ആണ് കസ്റ്റമറിന് ലഭിക്കുന്നത്. അപ് ടു 5 lakhs വരെയുള്ള സം ഇൻഷുർഡിന് 3 times ഓഫ് സം ഇൻഷുർഡും 10 lakhs വരെയുള്ള സം ഇൻഷുർഡിന് 5 times ഓഫ് സം ഇൻഷുർഡുമാണ് ബോണസ് ആയിട്ട് ലഭിക്കുന്നത്. നെക്സ്റ്റ് ICC എലിവേറ്റ് എന്ന പ്ലാനിൽ ഈ ഫീച്ചർ അറിയപ്പെടുന്നത് പവർ ബൂസ്റ്റർ എന്നാണ്. എവറി ഇയർ സെയിം ടാറ്റയുടെ പോലെ തന്നെ 100% ഓഫ് സം ഇൻഷുർഡ് ഗ്യാരണ്ടീഡ് ബോണസ് ആയിട്ട് കസ്റ്റമറിന് ആഡ് ഓൺ ആവുന്നു. അതും അൺലിമിറ്റഡ് ടൈംസ്. ഉദാഹരണത്തിന് 10 lakhs സം ഇൻഷുർഡ് എടുക്കുന്ന വ്യക്തിക്ക് ഓരോ റിന്യൂവലിനും 10 lakhs വെച്ചിട്ട് കസ്റ്റമറിന് ആഡ് ഓൺ ആകുന്നു, ഗ്യാരണ്ടീഡ് ആയിട്ട് അൺലിമിറ്റഡ് ടൈം. നെക്സ്റ്റ് സർവ ഉത്തം പ്ലാനിൽ ഈ ഫീച്ചർ അറിയപ്പെടുന്നത് ഗുല്ലക് എന്നാണ്. സെയിം ഫീച്ചർ ഗ്യാരണ്ടീഡ് ക്യൂമുലേറ്റീവ് ബോണസ് അപ് ടു 100% സം ഇൻഷുർഡ് എല്ലാ വർഷവും ആഡ് ഓൺ ആവുന്നു. പക്ഷേ ഇവിടെ സം ഇൻഷുർഡ് 10 times മാത്രമാണ് മാക്സിമം ആഡ് ഓൺ ആകുന്നത്. നെക്സ്റ്റ് ആസ്പെയറിലെ ബൂസ്റ്റർ എന്ന ഫീച്ചറാണ്. ഈ ഫീച്ചർ വഴി കസ്റ്റമറിന് യൂസ് ചെയ്യാത്ത സം ഇൻഷുർഡ് അഥവാ അൺയൂസ്ഡ് സം ഇൻഷുർഡ് ക്യാരി ഫോർവേഡ് ആവുന്നു എല്ലാ വർഷവും അപ് ടു 10 times ഓഫ് സം ഇൻഷുർഡ്. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ പ്ലാനിലെ ഈ ഫീച്ചർ അറിയപ്പെടുന്നത് സൂപ്പർ സ്റ്റാർ ബോണസ് എന്നാണ്. എലിവേറ്റ് പ്ലാനിലെ പവർ ബൂസ്റ്റ് പോലെ തന്നെ ഇതുവഴി 100% ഗ്യാരണ്ടീഡ് ക്യൂമുലേറ്റീവ് ബോണസ് എല്ലാ വർഷവും ആഡ് ഓൺ ആവുന്നു, അൺലിമിറ്റഡ് ടൈം. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 5 പ്ലാനുകളിലുമുള്ള പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇനി ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് പോളിസി ടൈപ്പ് ആണ്. എല്ലാ 5 പ്ലാനുകളിലും ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഫ്ലോട്ടർ ഓപ്ഷൻ കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ഫാമിലി ഡെഫിനീഷൻ ആണ്. ഫ്ലോട്ടർ ഓപ്ഷൻ അപ് ടു 7 members വരെ മെഡിക്കെയർ സെലക്ട് എന്ന പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എലിവേൽ ഇറ്റ് ഈസ് 2 adults പ്ലസ് 3 children. സർവ ഉത്തം പ്ലാനിൽ ഫ്ലോട്ടർ ഓപ്ഷൻ അപ് ടു 8 members. ആസ്പെയറിൽ ഇറ്റ് ഈസ് 2 adults പ്ലസ് 4 children. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇറ്റ് ഈസ് 2 adults പ്ലസ് 4 children. നെക്സ്റ്റ് ഓപ്ഷൻ ഏജ് ഓഫ് എൻട്രി ആണ്. 5 പ്ലാനുകളിലും ഏജ് ഓഫ് എൻട്രി അഡൽട്സിന് 18 വയസ്സും മാക്സിമം ഏജ് ഓഫ് എൻട്രി അൺലിമിറ്റഡ് ടൈംസുമാണ്. ആസ്പെയർ പ്ലാനിൽ മാത്രം ഏജ് ഓഫ് എൻട്രി അഡൽട്സിന് 65 വയസ്സ് വരെ ലിമിറ്റ് പറയുന്നുണ്ട്. ചിൽഡ്രൻ ഏജ് ഓഫ് എൻട്രി എല്ലാ പ്ലാനുകളിലും 91st day തൊട്ടാണ്. മാക്സിമം ഏജ് ഓഫ് എൻട്രി ചിൽഡ്രൻ കാറ്റഗറിയിൽ മെഡിക്കെയർ സെലക്ടിന് 25ഉം എലിവേറ്റ് ആൻഡ് ഉത്തം പ്ലാനിൽ ഇറ്റ് ഈസ് 30. ആസ്പെയർ ആൻഡ് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ അഗെയിൻ ഇറ്റ് ഈസ് 25. നെക്സ്റ്റ് പോയിന്റ് സം ഇൻഷുർഡ് ആണ്. മെഡിക്കെയർ സെലക്ടഡ് പ്ലാനിൽ 5 lakh to 3 crore വരെയുള്ള സം ഇൻഷുർഡ് അവൈലബിൾ ആണ്. എലിവേറ്റിൽ ഇറ്റ് ഈസ് 5 lakh to അൺലിമിറ്റഡ്. സർവ ഉത്തം പ്ലാനിൽ 5 lakh to 3 crore. ആസ്പെയർ പ്ലാനിൽ 3 lakh to 1 crore. ആൻഡ് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ഇറ്റ് ഈസ് 5 lakh to അൺലിമിറ്റഡ്. നെക്സ്റ്റ് പോയിന്റ് പോളിസി ടേം ആണ്. എല്ലാ പോളിസിയിലും മൾട്ടി ഇയർ പേയ്മെന്റ് ടേം ഓപ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. ഇത് 1 year to 3 year വരെ കസ്റ്റമറിന് എല്ലാ പ്ലാനുകളും ചൂസ് ചെയ്യാം. എലിവേറ്റ് പ്ലാനിൽ ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് അപ് ടു 5 year പോളിസി. അടുത്തതായി നമുക്ക് ഈ 5 പ്ലാനുകളുടെയും അടിസ്ഥാന ബേസിക് ഇൻബിൽറ്റ് ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ് റൂം റെന്റ് ആണ്. 5 പ്ലാനുകളിലും ബൈ ഡിഫോൾട്ട് ആയിട്ട് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് വരുന്നത്. എക്സെപ്റ്റ് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ മാത്രം അതിൽ എനി റൂം കാറ്റഗറിയാണ് വരുന്നത്. നെക്സ്റ്റ് പോയിന്റ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനിലാണ്. ടാറ്റ മെഡിക്കെയർ സെലക്ടിൽ ഇറ്റ് ഈസ് 90 and 90 days. അതർ 4 പ്ലാൻസിലും 90 and 180 days ആണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ വരുന്നത്. നെക്സ്റ്റ് പോയിന്റ്സ് ആയുഷ് എക്സ്പെൻസ്, ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എക്സ്പെൻസുകൾ,
ഡോണർ എക്സ്പെൻസുകൾ, ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ, ഡേ കെയർ പ്രൊസീജിയേഴ്സ് ആൻഡ് മോഡേൺ ട്രീറ്റ്മെന്റ്, റോബോട്ടിക് സർജറിയുടെ എക്സ്പെൻസുകൾ തുടങ്ങിയവയെല്ലാം അപ് ടു സം ഇൻഷുർഡ് വരെ ഈ 5 പ്ലാനുകളിലും കസ്റ്റമറിന് കവറേജ് കിട്ടുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ആണ്. അതായത് ഇൻ കേസ് ബേസ് സം ഇൻഷുർഡ് കസ്റ്റമറിന് എക്സോസ്റ്റ് ആകുന്ന ഒരു അവസ്ഥയിൽ ഒരു അഡീഷണൽ സം ഇൻഷുർഡ് കൂടി നെക്സ്റ്റ് ക്ലെയിം തൊട്ട് കസ്റ്റമറിന് ആഡ് ഓൺ ആവുന്ന ഒരു ബെനിഫിറ്റ് ആണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. ഈ 5 പ്ലാനുകളിലും അതിനുള്ള റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഓപ്ഷൻ ഈ 5 പ്ലാനുകളിലും ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആംബുലൻസ് കവറേജ് ആണ്. ഇതിന്റെ എക്സ്പെൻസുകൾ ഈ 5 പ്ലാനുകളിലും കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇൻബിൽറ്റ് ആയിട്ടുള്ള നോ ക്ലെയിം ബോണസ് ആണ്. മെഡിക്കൽ സെലക്ടഡ് പ്ലാനിൽ അത് എല്ലാ വർഷവും 50% അപ് ടു 100% ഫോർ എവറി ക്ലെയിം ഫ്രീ ഇയർ ആണ് ഓഫർ ചെയ്യുന്നത്. എലിവേറ്റ് പ്ലാനിൽ അത് 20% ആണ് ഇയർ ഓൺ ഇയർ അപ് ടു 100%. സർവ ഉത്തം പ്ലാനിലും ആസ്പെയറിലും അതിനെ പറ്റിയിട്ടുള്ള ആ നോ ക്ലെയിം ബോണസ് ഓപ്ഷൻ അവൈലബിൾ അല്ല. നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ പ്ലാനിലാണെങ്കിൽ 50% ആണ് നോ ക്ലെയിം ഇൻബിൽറ്റ് ആയിട്ട് കിട്ടുന്നത് അപ് ടു 100% ഫോർ എവരി ക്ലെയിം ഫ്രീ. അടുത്തതായി ഈ 5 പ്ലാനുകളിലുമുള്ള ഓപ്ഷണൽ റൈഡേഴ്സുകൾ, അതായത് കസ്റ്റമറിന് ആവശ്യമുള്ള പ്രത്യേകതകൾ അഥവാ സവിശേഷതകൾ എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഓപ്ഷണൽ റൈഡറുകൾ എന്ന് പറയുന്നത്. ഇത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓപ്ഷണൽ റൈഡർ ആണ് കൺസ്യൂമബിൾസ് അഥവാ നോൺ മെഡിക്കൽ എക്സ്പെൻസ്. ഇതിനുള്ള ഓപ്ഷൻ റൈഡർ എല്ലാ പ്ലാനുകളിലും അവൈലബിൾ ആണ്. ഇതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ അപ് ടു സം ഇൻഷുർഡ് വരെ കസ്റ്റമറിന് ക്ലെയിം ആയിട്ട് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ആണ്. നിലവിലുള്ള അസുഖങ്ങൾക്ക്, അതായത് ABCD, ആസ്മ, ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് നോർമലി 3 years ആണെങ്കിൽ ആ വെയിറ്റിംഗ് പീരീഡ് നമുക്ക് 30 days ആയിട്ട് കുറയ്ക്കാവുന്ന ഓപ്ഷൻ ആണ് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് റിഡക്ഷൻ. അത് ആക്ച്വലി എലിവേറ്റ് പ്ലാനിലും മണിപ്പാൽ സിഗ്നയുടെ ഉത്തം പ്ലാനിലും സൂപ്പർ സ്റ്റാർ പ്ലാനിലും ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. ടാറ്റയും നിവാബൂബയുടെ ആസ്പെയറിലും ഈ ഓപ്ഷൻ അവൈലബിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇൻഫിനിറ്റി കവറേജ്, അനന്തമായ ഇൻഷുറൻസ് പരിരക്ഷ. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇൻഫിനിറ്റി അഡ്വാൻറ്റേജ്, ഇൻഫിനിറ്റി കെയർ, ഈ ഓപ്ഷൻ എല്ലാം നമ്മൾ കീ USPs ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷണൽ റൈഡർ ആണ് ലോയൽറ്റി ബോണസ്, ഗ്യാരണ്ടീഡ് ക്യുമുലേറ്റീവ് ബോണസ്. ഇത് നമ്മുടെ ഈ 5 പ്ലാനുകളിലും ഇതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതും നമ്മൾ കീ USPs ആയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ ആണ് മെറ്റേണിറ്റി. ഈ 5 പ്ലാനുകളിലും മെറ്റേണിറ്റി ഓപ്ഷണൽ റൈഡർ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തതായി ഈ 5 പ്ലാനുകളുടെയും വെയിറ്റിംഗ് പീരീഡ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഈ 5 പ്ലാനുകളിലും ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 days ആണ്. നെക്സ്റ്റ് സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ് എല്ലാ പ്ലാനുകളിലും സെയിം 2 years ആണ്. പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ഓൾസോ റിമെയിൻസ് സെയിം 3 years. നെക്സ്റ്റ് വെയിറ്റിംഗ് പീരീഡ് മെറ്റേണിറ്റി ആണ്. മെഡിക്കൽ സെലക്ടഡ് പ്ലാനിൽ 2 years വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് നമുക്ക് 1 year ആയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അഗെയിൻ ദ സെയിം ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ ദ എലിവേറ്റ് പ്ലാൻ ഓൾസോ. വി ക്യാൻ റെഡ്യൂസ് ദ വെയിറ്റിംഗ് പീരീഡ് ടു 1 year. നെക്സ്റ്റ് സർവ ഉത്തം പ്ലാനിൽ ദ വെയിറ്റിംഗ് പീരീഡ് ഈസ് 2 years. ആസ്പെയറിലെ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് 4 year ആയിട്ടും 2 year ആയിട്ടും 9 months ആയിട്ടും നമുക്ക് ചൂസ് ചെയ്യാനുള്ള പ്ലാൻ വേരിയന്റ് ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് മാറ്റാവുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. സൂപ്പർ സ്റ്റാർ പ്ലാനിൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് ഈസ് 2 years. ഇത്രയും നേരം നമ്മൾ ഈ പ്ലാനിന്റെ ഇൻബിൽറ്റ് ഫീച്ചേഴ്സും ഓപ്ഷണൽ റൈഡേഴ്സും എലിജിബിലിറ്റി ക്രൈറ്റീരിയ, വെയിറ്റിംഗ് പീരീഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഇനി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ പ്ലാനുകളുടെ പ്രീമിയം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ആണോ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഏജ് ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുള്ളത് 32, 29, 4 വയസ്സ് വരുന്ന ഒരു ഫാമിലി ഫ്ലോട്ടർ പോളിസിയിൽ സം ഇൻഷുർഡ് 10 lakhs ചൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് എനി ഓപ്ഷണൽ റൈഡേഴ്സ്, മെഡിക്കൽ സെലക്ടിന്റെ പ്രീമിയം ഈസ് കമ്മിങ് 13,638 rupees. എലിവേറ്റ് പ്ലാനിൽ ഇറ്റ് ഈസ് 15,050. സർവ ഉത്തം പ്ലാനിൽ ദ പ്രീമിയം ഈസ് 12,923 ആൻഡ് ആസ്പെയർ പ്ലാനിൽ ദ പ്രീമിയം ഈസ് 15,520 ആൻഡ് സൂപ്പർ സ്റ്റാർ പ്ലാനിൽ ദ പ്രീമിയം ഈസ് കമ്മിങ് 11,821 rupees. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ ഡീറ്റെയിൽ കമ്പാരിസൺ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ധാരാളം ഫീച്ചറുകളും ഫെസിലിറ്റികളും ഉള്ള ഈ പ്ലാനുകളുടെ വളരെ പ്രധാനപ്പെട്ട സവിശേഷതകൾ മാത്രമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ പ്ലാനുകളെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ഇനി നിങ്ങൾക്ക് ഒരു പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിലും
ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റോ പ്ലാനോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ പ്രോഡക്റ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രസ്റ്റ് ടോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.